ഒരു പ്രാവശ്യവും കൂടെ ഓൺലൈനിലും ഓഫ്ലൈനിലുമായിരിക്കുന്ന എല്ലാവർക്കും വന്ദനങ്ങൾ. जो भी ऑनलाइन में और ऑफलाइन में हमारे साथ जो जुड़े हैं सभी को प्रभु यीशु के नाम में अभिवादन पेश करता हूं. ദൈവവചനം നാം വായിച്ചത് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായമാണ്. हमने पढ़ा कलीसिया में फिलिपी 2 अध्याय. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ പൗലോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ റോമൻ കാരാഗ്രഹവാസത്തിൽ വെച്ച് എഴുതിയ 4 ലേഖനങ്ങളിൽ ഒന്നാണിത്. प्रेरित पौलुस को रोमी कारावास में पहली बार जब डाला गया था वहां पर बैठकर रचा हुआ एक खत है जिसमें 4 खत है, उसमें एक है ये. പൗലോസിന്റെ 3 പ്രധാന കാരാഗ്രഹവാസങ്ങളെ പറ്റി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും പഠിക്കാനുണ്ട്. नए नियम में और प्रेरितों के किताब में हम पौलुस की 3 कारावास के दिनों के बारे में हम एविडेंस देख पाते हैं. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ കാണുന്നത് ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ പൗലോസ് അടയ്ക്കപ്പെട്ടതിനെ കുറിച്ചാണ്. फिलिपी कारावास में जब उसे बंद कराया था उसके बारे में हम प्रेरितों के काम में 16 अध्याय में पढ़ते हैं. പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിലെ അവസാന അധ്യായങ്ങളിൽ കാണുന്നത് ഫസ്റ്റ് റോമൻ ഇംപ്രിസൺമെന്റ്, പൗലോസിന്റെ ആദ്യത്തെ റോമൻ കാരാഗ്രഹവാസമാണ്. और फिर प्रेरितों का आखिरी भाग में हम इस प्रकार देखते हैं रोमी कारावास में पहली बार जब पौलुस को डाला गया उसके बारे में लिखा गया है. 2 വർഷത്തിൽ പരം പൗലോസ് അവിടെ ബന്ധിതനായിരുന്നു. लगभग 2 साल या उससे ज्यादा वहां पर उस 2 साल में बंदी बनाया था. 3-ാമത്തെ കാരാഗ്രഹവാസം, അതായത് 2-ാമത്തെ റോമൻ കാരാഗ്രഹവാസം, तीसरी बार जब कारावास में डाला गया या दूसरी बार रोमन कारावास में डाला गया, അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ പ്രധാനമായും കഴിയുന്നത് തിമോഥെയോസിനുള്ള 2-ാം ലേഖനത്തിൽ നിന്നാണ്. वो तिमोथी को लिखा हुआ पत्री में जो है दूसरा तिमोथी में हम तीसरे कारावास के बारे में पढ़ते हैं. അപ്പോസ്തല പ്രവൃത്തികളിൽ അതേപ്പറ്റി നാം കാണുന്നില്ല. प्रेरितों का किताब में उसके बारे में जिक्र नहीं है. പൗലോസിന്റെ അവസാന കാരാഗ്രഹവാസമായിരുന്നു അത്. पौलुस का आखिरी कारावास का दिन था वो. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമുണ്ട്. इन सभी से प्राप्त होने वाला सबसे इम्पोर्टेंट मैसेज क्या है हमारे लिए? ദൈവത്തിന്റെ നമുക്കായുള്ള പ്രവൃത്തികൾ എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കുകയില്ല. मतलब परमेश्वर का कार्य हमारे प्रति जो है हर हमेशा एक समान नहीं रहता. ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൽ നിന്ന് ഒരു ദിവസം തികയുന്നതിന് മുമ്പ് അർദ്ധരാത്രിയിൽ തന്നെ അത്ഭുതകരമായി ദൈവം പൗലോസിനെയും ശീലാസിനെയും വിടുവിച്ചു. फिलिपी कारावास में जब प्रेरित पौलुस और शीलास भी थे, जब एक दिन भी रहना नहीं पड़ा, आधी रात को उनको वहां से छुड़ाया. വളരെ അത്ഭുതകരമായ വിടുതലായിരുന്നു. बहुत ही चमत्कारी ढंग से उनको बाहर निकाला गया. അതിലൂടെ കാരാഗ്രഹ പ്രമാണി ജയിലറും കുടുംബവും രക്ഷിക്കപ്പെടുകയും ചെയ്തു. और इसके फलस्वरूप वो जेलर जो है परिवार संग उद्धार कर पाते हैं. That's the background of Philippian church. ഫിലിപ്പിയ സഭയുടെ പശ്ചാത്തലമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം. यही बैकग्राउंड के साथ में जो है फिलिपी पत्री को देखा जा सकता है. യൂറോപ്പിലെ ആദ്യത്തെ സഭയാണത്. वो कलीसिया यूरोप का सबसे पहला कलीसिया है. ഏഷ്യയിൽ പൗലോസ് പല സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിപ്പാൻ ആഗ്രഹിച്ചു. एशिया में भी कई जगह पर पौलुस जाकर प्रचार करना चाहता था, कलीसिया बसाना चाहता था, പക്ഷേ പരിശുദ്ധാത്മാവ് വിലക്കി. मगर पवित्र आत्मा ने उन्हें रोक रखा था. എന്നിട്ട് നമ്മളൊക്കെ അറിയുന്ന ഒരു മാസിഡോണിയൻ കോൾ, മക്കദോന്യ വിളി എന്ന് പറയപ്പെടുന്ന ആ വിളി പൗലോസിനുണ്ടായി. പോയി പ്രവർത്തിച്ച ഇടമാണ് ഫിലിപ്പി. और उसे एशिया जाने से रोक कर जो है मकदोनिया जाने के लिए जो आत्मा ने उसे पुकारा, तो वहां पर जाकर जो कार्य किया उसके फलस्वरूप फिलिपी कलीसिया स्थापित किया गया. അപ്പോൾ അവിടെ 24 മണിക്കൂറിന് മുമ്പ് ദൈവം അത്ഭുതകരമായി പൗലോസിനെ വിടുവിച്ചു. वहां 24 घंटे बीतने से पहले जाकर परमेश्वर ने चमत्कारी ढंग से उन्हें बाहर निकाला. എന്നാൽ റോമിൽ ഉണ്ടായ ആദ്യത്തെ കാരാഗ്രഹവാസത്തിൽ അത്തരം അത്ഭുതം നടന്നു?
मगर क्या रोम के कारावास के समय में परमेश्वर ने वैसे चमत्कारी ढंग से उसे क्या बाहर निकाला? ഇല്ല. नहीं निकाला। 24 മണിക്കൂറല്ല, 24 മാസത്തിലധികം താൻ അവിടെ കിടന്നു. 24 घंटे में नहीं, 24 महीनों में से उससे ज्यादा का समय उसे वहां पर निकालना पड़ा। ട്രയൽ പീരീഡിനെ കുറിച്ച് അറിയില്ല, പക്ഷേ പൗലോസ് കൂലിക്ക് വാങ്ങിയ വീട്ടുതടങ്കലിൽ ആയിരുന്നത് 2 വർഷമായിരുന്നെന്ന് അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. हम वहां पढ़ते हैं कि उसका ट्रायल पीरियड के बारे में पता नहीं है, मगर होम अरेस्ट में, हाउस अरेस्ट में वो 2 साल से ज्यादा समय बिताया। അതാണ് പറഞ്ഞത്, 24 മണിക്കൂറല്ല, 24 മാസത്തിലധികം താൻ അവിടെയായിരുന്നു. 24 घंटे नहीं, 24 माह से ज्यादा वो समय बिताया कारावास में। മൂന്നാമത്തേതോ? और तीसरा कारावास किस प्रकार का था? സ്തോത്രം. അവിടെ നിന്നും തനിക്ക് മോചനം ഉണ്ടായി. वहां से भी उनको छुटकारा हुआ। പക്ഷേ എങ്ങനത്തെ മോചനമായിരുന്നു? किस प्रकार का छुटकारा था? സ്തോത്രം. ലോകത്തിൽ നിന്ന് തന്നെ ഒരു മോചനം. उसको इस प्राण से ही छुटकारा प्राप्त हुआ। സ്തോത്രം. ആസ് എ ഡ്രിങ്ക് ഓഫറിംഗ്, ഒരു പാനീയയാഗമായി അവൻ ഒഴിക്കപ്പെട്ടു. एक ड्रिंक ऑफरिंग की तरह उसे बहाया गया। അർത്ഥിക്കിനായി വോ ഉണ്ടേലാകയാ. സ്തോത്രം. അപ്പോൾ ഒരു പാനീയയാഗം പോലെ തൻ്റെ ശരീരത്തിൽ നിന്ന് തല മാറ്റി ശരീരത്തിലുണ്ടായിരുന്ന രക്തം മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നത് പോലെ തൻ്റെ രക്തസാക്ഷിത്വമായിരുന്നെന്നാണ് പൗലോസ് തിമോഥെയോസിനുള്ള 2-ാം ലേഖനത്തിൽ പറയുന്നത്. अर्थ के न्याय जैसा बहाया जाता है, वैसे उसका सर अलग कर जो है शरीर को बेंड कर जैसे उसका खून बहाया गया, वैसा लिखा गया है। ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരേ പൗലോസ്ലീഹയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ 3 നിലകളിലായിരുന്നു. पौलुस के जीवन में परमेश्वर का कार्य जो है 3 अलग अलग तरीकों से वचन में लिखा गया है। സ്തോത്രം. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം പല സമയങ്ങളിൽ പ്രവർത്തിക്കുന്നത് പല വിധത്തിലായിരിക്കും. ऐसे ही परमेश्वर हमारे जीवन में कई अलग अलग तरीके से हमसे व्यवहार और हमारे साथ कार्य करता है। പെട്ടെന്നുള്ള വിടുതലുകൾ നമുക്കുണ്ടാകാം. कभी कभी जो है अचानक चमत्कारी ढंग से हमको छुटकारा प्रदान करता है। ചിലപ്പോൾ അല്പകാല ദൈർഘ്യമെടുക്കാം. और कभी कभार तो थोड़ा ज्यादा समय लग सकता है छुटकारा प्रदान करने के लिए। ചിലപ്പോൾ നാം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഭൗമതരമായ ഒരു വിടുതൽ, ഒരു സ്വാതന്ത്ര്യം, സൗഖ്യം, ആരോഗ്യം, നന്മ ഉണ്ടാകാതെയും ഇരിക്കാം. कई बार जो है अच्छाइयाँ, भलाइयाँ, छुटकारा या चंगाई जो है हम शरीर में जैसा पाते हैं वैसा नहीं पाते हैं। സ്തോത്രം. മരണത്താൽ മാത്രമേ ചില പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് വിടുതലുണ്ടാകൂ. कई समस्याओं से छुटकारा या बचाव जो है हमारा शरीर को छोड़ने के पश्चात ही हमको शायद प्रभु प्रदान करेगा। മുൻപൊരിക്കലും ഞാൻ ഇക്കാര്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. मैं याद करता हूं कि मैं पिछले बार कई दिनों पहले मैं आप लोगों को ये बात बताया था। രോഗസൗഖ്യമായാലും മറ്റ് വിടുതലുകളായാലും ചിലപ്പോൾ മരണത്താൽ മാത്രമേ കാണുകയുള്ളൂ. कई बार बीमारी हो या जीवन की समस्या हो, शायद आपको इससे निजात न पाए, मगर मरने के पश्चात आप निजात जरूर पाएंगे इससे। അത് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ये हमारा परमेश्वर का हित जानने के लिए, हमारे प्रति परमेश्वर का हित क्या है ये जानने के लिए हो सकता है ये। പൗലോസിന് ആ കാര്യം വ്യക്തമായി അറിയാമായിരുന്നു. प्रेरित पौलुस ये अच्छी तरह जानता था कि परमेश्वर का हित पूरा करने के लिए है। 1-ാമത്തെയും 2-ാമത്തെയും കാരാഗ്രഹവാസങ്ങളിൽ നിന്ന് ദൈവം വിടുവിച്ചതുപോലെ 3-ാമത്തെ പ്രാവശ്യം വിടുവിക്കില്ലെന്ന് പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു. परमेश्वर उन्हें पहले और दूसरे कारावास से कैसा चमत्कारी ढंग से उन्हें बाहर निकाला था, तीसरे बार के कारावास से वैसा छुटकारा नहीं प्रदान करेगा, ऐसा परमेश्वर में विश्वास करता था। അതുകൊണ്ടാണ് പൗലോസിന്റെ വിടവാങ്ങൽ ലേഖനം, ഫെയർവെൽ എപ്പിസിൽ ആയിട്ട് 2 തിമോഥെയോസ് എഴുതപ്പെട്ടു. इसीलिए दूसरा तिमोथियो का पत्री जो है वो विदाई के तौर पर उसने लिखा है। സ്തോത്രം. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും പദ്ധതിയിടുന്നതും എന്തെന്ന് തിരിച്ചറിയാൻ ഒരു ദൈവഭക്തന് സാധിക്കണം. एक भक्त को
परमेश्वर का प्लान्स उसके जीवन के प्रति क्या है इसके बारे में अच्छी जानकारी उसे होती है हमेशा। സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. वो उतना कहकर मैं वो पोर्शन को छोड़ना चाहता हूँ। അപ്പൊ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതുപോലെ ആയിരിക്കില്ല അലക്സ് ബ്രദറിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. शायद मुझसे व्यवहार किया वैसे ही व्यवहार एलेक्स के भाई के साथ नहीं कर सकता है। അപ്പോൾ നാം ഒരാളിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്തു എന്ന് കരുതി അത് നമ്മിൽ ആവർത്തിക്കണമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. एक व्यक्ति के जिंदगी में परमेश्वर ने छुटकारा जो दिया है उसी प्रकार का छुटकारा को हम एक्सपेक्ट करें तो व्यर्थ होगा। ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. मैं बाइबल कॉलेज में पढ़ाई कर रहा था तो इस प्रकार की गवाही सुनी थी मैं। ഒരു ദൈവദാസൻ വണ്ടിക്കൂലിക്ക് കാശില്ലാതെ നടന്നു പോകുന്നു. उनके पास बस में यात्रा करने के लिए पैसे नहीं था, इसके लिए वो चल के जा रहा था एक पादरी। കുറേ ദൂരം ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ അതുവഴി പോയ ഒരു ബസ്സിൽ ഇരുന്ന ഒരു മനുഷ്യന് ഇദ്ദേഹത്തിന് കാശ് കൊടുക്കാൻ പ്രേരണയുണ്ടായി. और एक बस में यात्रा करने वाला व्यक्ति जब उसे देखता है तो उसको प्रेरणा होता है कि वो किसी भी प्रकार उस व्यक्ति जो चल के जा रहा है उसको पैसा दें। പക്ഷേ അയാള് വണ്ടി നിർത്തി ഇറങ്ങിയൊന്നുമില്ല. ആ വണ്ടിയെ തന്നെ ഇരുന്നു, വണ്ടി അങ്ങ് പോയി. और उसे प्रेरणा था उसे पैसा देने के लिए, मगर बस क्योंकि रुकाए नहीं वो बस में बैठकर आगे बढ़ गया। ഈ മനുഷ്യൻ നടന്ന് അവിടെ എത്തിയപ്പോൾ ഈ മുംബൈ പോയ വണ്ടി കേടായിട്ട് ഒരിടത്ത് കിടക്കുന്നു. और ये बस जब जाते जाते ये व्यक्ति चल कर जाकर पहुंचा तो देखा कि ये बस जो उसके आगे निकल गया, ये खराब होकर वहां पड़ा था। ഈ പ്രേരണ ഉണ്ടായ മനുഷ്യൻ ആ വണ്ടിയെ ഇറങ്ങി പുറകോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. और ये बस जो खराब होने के बाद ये व्यक्ति जिसके मन में प्रेरणा आया था उसको पैसा देने का, नीचे उतरकर जो है उस व्यक्ति का इंतजार कर रहा था। ആ പാസ്റ്റർക്ക് കാശ് കൊടുത്തു. അദ്ദേഹവും ഈ വണ്ടിയെ കയറി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് വണ്ടി സ്റ്റാർട്ടായി. രണ്ടുപേരും കൂടെ വണ്ടിക്ക് പോയി. और उसके बाद पश्चात वो आदमी से मिल करके उसको थोड़ा पैसा थमाता है और दोनों बस में बैठ जाते हैं। बस प्रारंभ होता है, यात्रा शुरू करते हैं। वो ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? സ്തോത്രം. ഇത് കേട്ട ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടി ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നു. और ये जो गवाही सुना हुआ मैं भी उत्साहित हो गया कि मेरे लिए भी परमेश्वर शायद ऐसा ही चमत्कार करेगा। ഒരു പ്രാവശ്യം എനിക്ക് വീട്ടിൽ പോകാൻ കാശില്ല. एक बार मुझे घर जाने के लिए मेरे पास पैसे नहीं थे। 3 രൂപ 40 പൈസ വേണം. 3 रुपये और 40 पैसे चाहिए। എനിക്ക് എൻ്റെ കയ്യിൽ 5 പൈസയേ ഉള്ളൂ. 5 പൈസ. और मेरे पास खाली 5 पैसा था तभी। 1988-89 കാര്യമാണ് പറയുന്നത്. 1988 और 89 का घटना है ये। ഞാൻ വിചാരിച്ചു ആ പാസ്റ്റർക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ എനിക്കും ദൈവം പ്രവർത്തിക്കുന്നു. मैंने सोचा कि उस पास्टर के लिए महान कार्य किया हो परमेश्वर, मेरे लिए भी वैसा महान कार्य करेगा। അടൂർ മണക്കാലെന്ന് മാവേലിക്കര വരെ ഞാനും നടന്നു. अडूर मावेलीकरा से जो है इनके इलाके तक वो चलने लगे। ഒത്തിരി ബസ്സുകാർ പോയി. बहुत सारे बस वाले निकल के जा रहे थे। ആരോടും എനിക്ക് വേണ്ടി ദൈവം സംസാരിച്ചില്ല. मगर मेरे प्रति किसी और व्यक्ति बस में जो यात्रा कर रहे थे उनसे उनके साथ बातें नहीं की मेरे मदद करने के लिए। സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? മണിക്കൂറുകൾ നടന്ന് പാതിരാത്രിക്ക് വീട്ടിലെത്തി. നടക്കാൻ ബലം നൽകിയതല്ലാതെ എനിക്ക് കർത്താവ് കാശ് തന്നില്ല. मैं चलते चलते जो है आधी रात को घर जाकर पहुंच गया। मुझे चलने का साहस प्रदान किया, मगर परमेश्वर ने कोई चमत्कारी काम मेरे साथ नहीं किया। അപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും പോലെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാൻ ധരിച്ചതാണ് തെറ്റിപ്പോയത്. मैं ये सोचा कि दूसरे व्यक्ति को इस प्रकार छुटकारा प्रदान करने वाला परमेश्वर मुझे भी प्रदान करेगा, इसी में मैं बड़ा गलती किया। പറഞ്ഞതിന്റെ സാരം, ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ സമയത്തും ഓരോ വ്യക്തികളോടുള്ള ബന്ധത്തിലും ഓരോ വിഷയത്തോടുള്ള ബന്ധത്തിലും വ്യത്യസ്തമായിരിക്കും. हर एक व्यक्ति के साथ हर एक समय में और ओकेशंस में डिफरेंट तरीके से परमेश्वर व्यक्तियों से व्यवहार करता है। അത് നാം തിരിച്ചറിഞ്ഞാൽ നമുക്ക് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ ഇടയാകും. इसकी अच्छी जानकारी हमारे जीवन में हो तो परमेश्वर के संग संग हम भी चल सकते हैं। അങ്ങനെ
ഒന്നാം കാരാഗ്രഹവാസത്തിൽ പൗലോസ് എഴുതിയ 4 ലേഖനങ്ങളിൽ ഒന്നാണ് ഫിലിപ്പി ലേഖനം. जो पहले कारावास में 4 पत्रिकाओं को लिखा था, उसमें से पहला पत्री है फिलिपियंस का पत्री. എഫേസ് ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസ് ലേഖനം, ഫിലേമോനുള്ള ലേഖനം, ഈ 4 എണ്ണമാണ് കാരാഗ്രഹ ലേഖനങ്ങൾ, പ്രിസൺ എപ്പിസൽസ്. एफिशियंस, फिलिपियंस, कोलोसियंस और फिलेमन, ये 4 है कारावास में लिखा हुआ पत्रियां. സ്തോത്രം. അതിൽ ഫിലിപ്പി ലേഖനം അതിലെ 2ാമത്തെ അധ്യായമാണല്ലോ നാം വായിച്ചത്. उस पत्री में से दूसरा अध्याय हमने आज पढ़ा. ഇതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ വിശുദ്ധീകരണം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അല്പകാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. और इस विषय इस अध्याय के द्वारा जो पवित्र बनाए गए लोग हैं उनको उनका पवित्रीकरण के संबंध में कुछ विषय में बताना चाहता हूं. സ്തോത്രം. അതിനുശേഷം ഒടുവിലായിട്ട് തിരുമേശയുടെ ശുശ്രൂഷയും നടത്തുവാൻ ആഗ്രഹിക്കുന്നു. और आखिरी भाग में जो है प्रभु बोध से सेवकाई करना चाहता हूं. പൗലോസ് അപ്പോസ്തലൻ ഈ 2ാമത്തെ അധ്യായത്തിൽ വിവിധ കാര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. प्रेरित पौलुस इस दूसरे अध्याय के द्वारा हमको कई बातें समझाना चाहता है. പൗലോസ് സ്ഥാപിച്ച സഭയാണ് ഫിലിപ്പി സഭ. फिलिपी कलीसिया को स्थापित किया था प्रेरित पौलुस ने. പക്ഷേ ആ സഭയിൽ തന്നെ പൗലോസിന് എതിരായി പലരും ഉണ്ടായിരുന്നു. मगर उस कलीसिया के कई लोग जो हैं पौलुस के ही विरोध में आ जाते हैं. പൗലോസിനോട് എതിരിട്ട, പൗലോസിനെ വെറുത്ത, ഇഷ്ടപ്പെടാഞ്ഞ ചിലർ, कई लोग जो परमेश्वर पौलुस का विरोध करते थे या उनको ईर्ष्या करते थे. പൗലോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ശേഷം പോലും പൗലോസിന് സ്വസ്ഥത കൊടുക്കാഞ്ഞവരെ കുറിച്ച് 1ാം അധ്യായത്തിൽ കാണാം. पहले अध्याय में इसका भी उल्लेख है जहां पर उसे द्वेष किया, उसे नहीं पसंद करने वाले लोगों का मेंशन है वहां पर. കൂടാതെ ഫിലിപ്പിയ സഭയ്ക്കകത്ത് അനൈക്യതയും എന്തൊക്കെയോ വല്ലാത്ത ഭിന്നതകളും ഉണ്ടായിരുന്നു. और फिलिपी कलीसिया में जो है आपसी तालमेल न होने का और एक दूसरे से बैर होने का वाक्य भी लिखा गया है. 1ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലും 2ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തും നമുക്കത് കാണാം. पहले अध्याय का आखिरी भाग में और दूसरे अध्याय का प्रारंभ में इसका उल्लेख है. ഇതിനെല്ലാം പരിഹാരമായിട്ട് പൗലോസ് നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. और इसके ये प्रॉब्लम्स को ओवरकम करने के लिए कुछ प्रेरित पौलुस आगे लिखता है. സ്തോത്രം. അനൈക്യത പാപമാണ്. ഡിസ്യൂണിറ്റി പാപമാണ്. जो एक हृदय का न होना ये पाप समान है. പരസ്പരമുള്ള ഭിന്നത പാപമാണ്. एक दूसरे से बैर रखना ये भी पाप है. ഒരാൾ മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നത് പാപമാണ്. एक व्यक्ति दूसरे व्यक्ति को हानि पहुंचाना ये भी पाप है. ഈ വിധമായ അശുദ്ധികൾ ഫിലിപ്പിയ സഭയിൽ ഉണ്ടായിരുന്നു. इस प्रकार के अशुद्धता फिलिपी कलीसिया में पाया जाता था. അതിന് പരിഹാരം നിർദ്ദേശിക്കുകയാണ് പൗലോസ്. और उसका एक उत्तर पौलुस बताता हुआ है यहाँ. അതിന്റെ 12, 13, 14 ഒന്ന് വായിച്ചോളൂ. उसका 12, 13, 14. उससे क्या होगा आगे? സ്തോത്രം. നമ്മൾ പാർക്കുന്ന ലോകം വക്രതയും കോട്ടവുമുള്ള ഒരു സമൂഹമാണ്. दोष से भरा और कपटी लोगों के बीच में हम वास करते हैं.
അവരെ പോലെ പക്ഷേ നാം ആകരുത്. और उनके समान हम न बने. We are in the world but not of the world. हम दुनिया में रहते हैं मगर दुनिया वालों के समान नहीं रहना चाहिए. നമുക്ക് ലോകക്കാരിൽ നിന്നും വ്യത്യസ്തരായിരിക്കണം. दुनिया वालों से हट करके अलग होकर जीवन बिताना है हमें. സ്തോത്രം. അതിന് ഉള്ള വഴികൾ പൗലോസ് പറയുന്നു. और उसके लिए क्या तौर तरीके हैं ये पौलुस समझाता है. അതിൽ 12-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. आपके उद्धार के प्रति आपको कार्य करने हैं. സ്തോത്രം. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു. उसके 12वां वचन में इस प्रकार लिखा है, उद्धार के कार्य को पूरा करते जाओ. സ്തോത്രം. It's not a paradoxical doctrine Paul is putting forth. പൗലോസ് ഒരു വൈരുദ്ധ്യാത്മക ഉപദേശമല്ല നമ്മുടെ മുൻപിൽ വെക്കുന്നത്. ये कोई जो सिखाया उसके विपरीत नहीं समझा रहा है. അതായത് പൗലോസ് മറ്റ് പലയിടങ്ങളിലും പറഞ്ഞു വിശ്വാസത്താലും കൃപയാലുമാണ് രക്ഷ. और क्योंकि पौलुस ने पहले सिखाया कि विश्वास के द्वारा और अनुग्रह के द्वारा उद्धार पाए जाते हैं. 13-ാം വാക്യത്തിലും പൗലോസ് പറയുന്നു വിശ്വാസം പോലും ദൈവത്തിന്റെ ദാനമാണെന്ന്. और 13th वर्ष में पौलुस ये भी कहता है कि विश्वास भी जो हम में है वो भी परमेश्वर का दान है. വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ആഗ്രഹം പോലും ദൈവത്തിന്റെ ദാനമാണെന്ന് 13-ാം വാക്യത്തിൽ പറയുന്നു. 13th वर्ष में ये कहता है कि पवित्रता के जीवन बिताने की इच्छा भी परमेश्वर हम में उत्पन्न करता है. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. इच्छा और काम दोनों बातों को करने का प्रभाव परमेश्वर हम में डालता है. അപ്പോൾ പൗലോസ് 12-ാം വാക്യത്തിൽ പറയുന്നു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. पौलुस कहता है कि उद्धार का कार्य को पूरा करो कर. 13-ാം വാക്യത്തിൽ പറയുന്നു ആഗ്രഹം പോലും നമ്മിൽ തരുന്നത് ദൈവമാണെന്ന്. इच्छा और काम दोनों का प्रभाव जो है परमेश्वर हम में डालता है करके कहता है. ഇത് രണ്ടും തമ്മിൽ യോജിക്കായ്മയുണ്ടല്ലേ? ये दोनों एक समान जुड़ नहीं पाते हैं, एक समान नहीं लगता है. ये എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടല്ലോ? സ്തോത്രം. Is it a paradox? ये अंतर विरोधी है क्या? No. 12-ാം വാക്യത്തിൽ പറയുന്നു വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. 12वां वचन में लिखा है कि उद्धार का कार्य को पूरा करो. 13-ൽ പറയുന്നു ദൈവമാണെല്ലാം ചെയ്യുന്നത്. और तीसरा 13th वर्ष में लिखता है कि परमेश्वर ही सब कुछ करता है. വിയോജിപ്പുണ്ടോ? ये दोनों Yes. विपरीत है. Contrasting, complementary. സ്തോത്രം. Certainly, justification is not by our work. നീതീകരണം എന്നുള്ളത് നമ്മുടെ യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത കാര്യമാണ്. हमको धर्मी ठहराने में हमारा कोई कार्य, कोई विशेषता नहीं है उसमें. എന്നാൽ നമ്മുടെ വിശുദ്ധീകരണത്തിൽ നമ്മുടെ വളരെ ആക്റ്റീവായ പങ്കുണ്ട്. मगर हमारा पवित्रीकरण में जो है हमारा भी कर्तव्य दायित्व बनता है. അതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ റോൾ ഇൻ അവർ സാങ്ക്ടിഫിക്കേഷൻ, നമ്മുടെ വിശുദ്ധീകരണത്തിൽ നമ്മുടെ പങ്ക്. और हम यही बात को सीख रहे हैं कि पवित्रीकरण में हमारा भाग क्या है कर. ഇവിടെ 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് വർക്ക് ഫോർ യുവർ സാൽവേഷൻ എന്നല്ല. परमेश्वर ये पौलुस ये नहीं कहता कि आपके उद्धार के प्रति आप कार्य कीजिए, ये नहीं सिखाता. എന്നാൽ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ, मगर यहाँ पर सिखाता है कि उद्धार के कार्य को संपन्न कीजिए. വ്യത്യാസം മനസ്സിലായോ? വർക്കിംഗ് ഫോർ യുവർ സാൽവേഷൻ
is you are trying to earn salvation by your own efforts. उद्धार को पाने के लिए कुछ पवित्र कामों को किया जाना ये नहीं हो सकता है। उद्धार जो है आपको आशीष के द्वारा, विश्वास के द्वारा प्राप्त होता है। അപ്പോൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കാനല്ല പൗലോസ് പറയുന്നത്. यहाँ पर आपको उद्धार पाने के प्रति आप लोग को कोई कार्य करने के लिए नहीं सलाह दे रहा है। എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് രക്ഷയെ സ്വായത്തമാക്കുക എന്നല്ല ഇവിടെ പറയുന്നത്. कुछ कुछ कामों को कर करके आप उद्धार को पा सकते हैं, ऐसा नहीं सिखा रहा है पौलुस। എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നു, വർക്ക് ഔട്ട് യുവർ ഓൾറെഡി ബിഗൻ സാൽവേഷൻ. पौलुस हमको सिखाता है कि आपको उद्धार किया गया है, उस उद्धार के प्रति काम किया करो। not to earn but to consummate, but to perfect it. രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല, നിങ്ങൾക്ക് ദാനമായി ലഭിച്ച രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ നിങ്ങൾ പ്രവർത്തിക്കേണ്ട നിങ്ങളുടെ ഭാഗം നിങ്ങൾ നിവർത്തിക്കുക. आपको उद्धार पाने के लिए आपको कुछ करना नहीं है, मगर उद्धार पाने के बाद में आपको सिद्धता की ओर आपको बढ़ने के लिए कुछ करना है। നിങ്ങൾക്ക് വിശ്വസിക്കുവാനും നിങ്ങൾക്ക് രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുവാനുമൊക്കെയുള്ള ആഗ്രഹം പോലും തന്ന് നിങ്ങളെ രക്ഷയിലേക്ക് നടത്തിയത് ആരാണ്? ദൈവമാണ്. आपको विश्वास में आने के लिए, पवित्र जीवन बिताने के लिए इसकी इच्छा और इसका काम दोनों के लिए परमेश्वर ही आपके अंदर प्रभाव डाला है। അങ്ങനെ the salvation experience is already initiated in you by God himself. ദൈവത്താൽ തന്നെ നിങ്ങളിൽ രക്ഷയുടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. और परमेश्वर ने ही खुद में आपके अंदर में उद्धार का कार्य प्रारंभ कर रखा है। അതിനെ നമ്മൾ എന്ത് ചെയ്യണം? और उस उद्धार के कार्य के साथ में हम क्या करने चाहिए? നിർത്തരുത്, वहां पर रोकना नहीं है, उसे മുടക്കരുത്, उसको कभी बंद नहीं करना। അതിനെ പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? വർക്ക് ഔട്ട് ഓൺ വിച്ച് ഈസ് ഓൾറെഡി ആക്റ്റീവ്. നിങ്ങളിൽ പ്രവർത്തിക്കുന്ന അതിൽ നിങ്ങൾ വീണ്ടും പ്രവർത്തന നിരതരായിരിക്കുക. और जो परमेश्वर ने उद्धार का काम आप में प्रारंभ किया था, उसको रोककर नहीं, बल्कि उसको काम में आगे बढ़ाते रहिए, ऐसा पौलुस कहता है। എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 15:9-10 ഒന്ന് വായിക്കുമോ? അതാണെന്നാണ് എന്റെ ഓർമ്മ. 1 कुरिन्थियों 15 का 8 और 9 9 और 10. വായിച്ചു. ഞാൻ ഏതാണ്ടാണ്, मैं कुछ हूं, ऐसा कहता है। പക്ഷേ അത് ഞാനല്ല, ദൈവത്തിന്റെ കൃപയാലാണ്. वो मैं खुद से नहीं हूं, वो है परमेश्वर का अनुग्रह मेरे ऊपर है। इसके लिए ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. मैं जो कुछ भी हूं परमेश्वर के अनुग्रह के द्वारा हूं। സ്തോത്രം. എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായതുമില്ല. और परमेश्वर का अनुग्रह मेरे ऊपर जो है उसे व्यर्थ नहीं होने दिया। സ്തോത്രം. The grace of God that was upon me, that was towards me, I never let it go in vain. എന്നോടുള്ള എൻ്റെ മേൽ പകർന്ന ദൈവത്തിന്റെ കൃപയെ നഷ്ടമാകാൻ ഞാൻ അനുവദിച്ചില്ല. परमेश्वर का अनुग्रह जो मेरे पर उंडेला गया था, उसको व्यर्थ जाने के लिए मैं दिया नहीं, उसके प्रति परमेश्वर का कार्य में करता रहा। ഈ കൃപ ആർക്കൊക്കെ ഉണ്ട്? ये अनुग्रह किसके ऊपर है? എളുപ്പം ഒന്ന് പറഞ്ഞുതരാം. किस किस के ऊपर ये अनुग्रह है? എല്ലാവർക്കും ഉണ്ട്. सभी लोगों के ऊपर ये अनुग्रह है। പക്ഷെ ചിലർ എന്ത് ചെയ്തു?
मगर कुछ लोगों ने क्या किया, അതിനെ വ്യർത്ഥമാക്കി കളയുന്നു. इस अनुग्रह को व्यर्थ कर डाला. പൗലോസ് പറഞ്ഞു, ഞാനതിനെ വ്യർത്ഥമാക്കിയില്ല. पौलुस कहता है कि वो उसे व्यर्थ नहीं किया. ഓരോരുത്തർക്കും ആവശ്യമായത്ര കൃപ ദൈവം ദാനമായി നൽകുന്നു. जिसको जितना जरूरत है उतना अनुग्रह परमेश्वर सबके अंदर दे रखा है. പക്ഷേ ചിലർ അതിനെ ഉപയോഗിക്കുന്നില്ല, मगर कुछ लोग जो हैं उसका इस्तेमाल नहीं करते हैं, വ്യർത്ഥമാക്കി കളയുന്നു. उसको व्यर्थ कर डालते हैं. പൗലോസ് പറയുന്നു, നിങ്ങൾ അതിനെ വ്യർത്ഥമാക്കരുത്. और पौलुस हमको आज्ञा देता है कि उसे तुम व्यर्थ न करें. वर्क आउट फॉर योर साल्वेशन, वर्क आउट योर साल्वेशन. आपका जो उद्धार का कार्य आप में शुद्ध प्रारंभ हुआ है उसको सिद्धता की ओर ले जाइए. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ശുദ്ധീകരണത്തിൽ നമുക്ക് ചില പങ്കുണ്ട്. हमारी पवित्रीकरण में हमारा भी कुछ दायित्व बनता है. സ്തോത്രം. അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് ഓർമ്മ കാണുമല്ലോ, കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. पिछले हफ्ते आखिर में हमने क्या सीखा उसके बारे में विजन को याद है? रूफस, कुछ इंपोजिशन बाकी है और दूंगा, जल्दी बोलो. लास्ट वीक do not, yeah, praise God, make use of all the opportunities God gives us for our sanctification. और परमेश्वर आपको पवित्रीकरण के लिए जो भी मौका देते हैं उसको खोए नहीं, उसका इस्तेमाल करिए. ആ ഗ്രേസസിന്റെ ഭാഗമായി നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. और उस प्रकार के अनुग्रह के बारे में 2-3 बात को मैं समझाया. എന്തൊക്കെയായിരുന്നു? वो क्या क्या थे? रोहन पहला, नहीं तो अभी अंशी बोलेगा. हाँ, ओके. प्रार्थना करना, वर्ड ऑफ गॉड. जॉन, गहराई में खोदो. फेलोशिप ऑफ सेंट्स. സ്തോത്രം. सहभागिता, वचन और प्रार्थना. അതുപോലെയുള്ള ഉപവാസവും പ്രാർത്ഥനയും പോലെയൊക്കെ ഉള്ള ഒത്തിരി സ്പിരിച്വൽ ഡിസിപ്ലിൻസ് അതിന്റെ കൂടെ നമുക്ക് കൂട്ടാൻ പറ്റും. और बहुत सारे ऐसे डिसिप्लिन हैं जिसके द्वारा हम पवित्रीकरण हो सकता है. അതിൽ പ്രാർത്ഥന, ഉപവാസം എന്ന വചന പഠനം എന്നൊക്കെയുള്ളത് വ്യക്തിപരമായി നാം ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. मगर उपवास, प्रार्थना और वचन का सीखना हम व्यक्तिगत तौर पर हमें करना चाहिए. എന്നാൽ അത് നമുക്ക് വളരെ കാര്യക്ഷമമായി ചെയ്യുവാൻ ദൈവം നമുക്ക് കൂട്ടായ്മ ബന്ധങ്ങൾ നൽകിയിട്ടുണ്ട്. और इसमें हमको प्रोत्साहन देने के लिए परमेश्वर ने हमको कलीसिया या सहभागिता भी हमको दी है. ആ കൂട്ടായ്മകളെ അവഗണിക്കരുത്. इसीलिए सहभागिता को कभी निरादर न समझिए. ആഴ്ചയിൽ നമ്മിൽ മിക്ക പേർക്കും അവധി കിട്ടുന്നത് ഇന്ന് മാത്രമേ ഉള്ളൂ. कई लोगों को जो है हफ्ते में एक ही दिन छुट्टी मिलता है, रविवार के दिन है. അന്ന് നമ്മളെല്ലാം കൂടെ ഇങ്ങനെ കൂടി വന്ന് ആ അവധി ഇങ്ങനെ അങ്ങ് കളഞ്ഞാൽ ഒരു സുഖം ഇല്ലല്ലോ. अगर एक दिन का हफ्ते में छुट्टी मिलता है, उस समय भी हम रविवार को यहाँ पर आकर समय बिताने से हमारा छुट्टी भी व्यर्थ होता है क्या? എന്നാ ബെൻസി, ആകപ്പാട് ഇന്നൊരു ദിവസമേ ഉള്ളൂ. हफ्ते में एक ही दिन छुट्टी मिलता है രാവിലെ എഴുന്നേറ്റ് ഇറങ്ങി, और सुबह उठकर हमको यहाँ पर आना पड़ता है. ഇനി ചെല്ലുമ്പോൾ ഒരു നേരമാകും. अब घर वापस लौटे पर बहुत समय बीत जाता है. സ്തോത്രം. നമ്മുടെ 2-3 കുടുംബം ഒഴികെ ബാക്കി എല്ലാവരും അങ്ങ് ദൂരെ ദൂരെയാ. 1-2 परिवार छोड़कर बाकी सब लोग जो है बहुत दूर दूर रहते हैं. ഏതാണ്ട് ഒരു 60 കിലോമീറ്റർ റേഡിയസ് ഉള്ളേ. कम से कम एक 60 किलोमीटर के दायरे में हम लोग सब रहते हैं. ചിലർ 30 കിലോമീറ്റർ അങ്ങോട്ട്, ചിലർ 30 കിലോമീറ്റർ ഇങ്ങോട്ട്. कुछ लोग 30 किलोमीटर दूर इस पार, कुछ लोग 30 किलोमीटर दूर इस पार रहते हैं. ഞങ്ങൾ 2-3 കൂട്ടർ നടുക്ക്. और हम 2-3 परिवार हम बीच में रहते हैं. ശരിയല്ലേ? ये सही है ना? മാസത്തിൽ ഒരിക്കൽ കൂടിയ പോരെ? महीने में एक बार मिले तो ठीक है ना? സെക്കൻഡ് സാറ്റർഡേയോ
അല്ലെങ്കിൽ സെക്കൻഡ് സൺഡേയോ ഫോർത്ത് സൺഡേയോ വല്ല ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് അവധി കിട്ടുക, അന്നൊരു ദിവസം നമുക്കൊന്ന് കൂടിയേ പോരെ? എല്ലാ ആഴ്ചയും കൂടേണ്ട ആവശ്യമുണ്ടോ? हर हफ्ते मिलने की आवश्यकता है क्या? 2 दिन छुट्टी अब जब मिले तो उसमें 1 दिन परमेश्वर के साथ इकट्ठा होते हैं। ശരിയല്ലേ? ये ठीक है ना? സ്തോത്രം. ഈ ഇടയ്ക്കൊക്കെ മീറ്റിംഗ് എന്തിനാ? അങ്ങനെയാണെ പിന്നെ ഞായറാഴ്ച മാത്രം പോരെ, ഇടയ്ക്കൊക്കെ എന്തിനാ? ये बीच बीच में मीटिंग क्यों रखते हैं पास्टर? कहीं एक बार होगा तो महीने में ठीक है। ആവശ്യമുണ്ടോ? आवश्यकता है इसकी। സ്തോത്രം. ക്യോന്നു? ഈ കൂട്ടായ്മ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തെ തികച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ये इस प्रकार की सहभागिता परमेश्वर हमको प्रदान करते हैं ताकि हम पवित्रता की सिद्धता की ओर आगे बढ़ता रहें। ഇറ്റ്സ് നോട്ട് എ ക്ലബ് കൾച്ചർ. ये ഒരു कोई ക്ലബിന്റെ സംസ്കാരത്തിന് വേണ്ടി കൂടുന്നതല്ലിത്. ये कोई क्लब का कल्चर हमें उत्पन्न करने के लिए नहीं है। സ്തോത്രം. പിന്നെന്തിനാ? मगर किसके लिए है ये? നമ്മൾ ഒരുമിച്ച് കൂടുന്നതിനാൽ ദൈവത്തിന് മഹത്വവും നമുക്ക് ആത്മീയ പ്രയോജനവും വേണം. और इसके फलस्वरूप परमेश्वर की नाम की महिमा और हमारा आत्मिक बढ़त होती है। എന്ത് പ്രയോജനമാ നമുക്കുണ്ടാകേണ്ടത്? हमको किस प्रकार का फायदा उससे होना चाहिए? വെറും ഒരു ഇമോഷണൽ ബൂസ്റ്റിംഗ്? क्या एक हम लोगों को एक भावनात्मक तरीके से थोड़ा जोश बढ़ना चाहिए? ഒരു മോട്ടിവേഷണൽ സ്പീച്ച്? या फिर हम लोगों को प्रोत्साहन देने वाला कोई बातें समझाएं? നമ്മുടെ അകത്തൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ചില വികാരങ്ങളെ ഉണർത്തിയെടുക്കുന്ന ഒരു മ്യൂസിക്? हमारे अंदर जो सोया पड़ा हुआ कुछ इमोशंस को जगाने के लिए कोई ऐसा गाना बजाना सुनना? സ്തോത്രം. ഇന്ന് പൊതുവെ സഭകളിൽ എന്താ നടക്കുന്നത്? आजकल की कलीसिया में देखा जाए तो क्या वहां पर होती है? ഇതൊക്കെയല്ലേ? यही सब बातें वहां पर घटती है। ഇതൊക്കെ ഉള്ളടത്തല്ലേ ജനങ്ങൾ ഓടിക്കൂടാൻ ആഗ്രഹിക്കുന്നത്? और ये सब बातें जिस कलीसिया में पाया जाता है उस कलीसिया में ज्यादा मेंबर्स घुस जाते हैं। ഇതിനിടയിൽ എനിക്കൊരു ചോദ്യമുണ്ട്. इसके बीच में मैं आप लोगों से एक प्रश्न करता हूं। ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? क्या ये जो मैं प्रश्न करता हूं या सिखाता हूं इन बातों को आप ग्रहण कर पाते हैं या नहीं? ഒത്തിരി മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളോ വല്ലതും ആണോ ഞാൻ ഈ പറയുന്നത്? ये आप लोगों को समझ के परे ऐसी कोई बातें मैं आपको सिखाता हूं क्या? അങ്ങനെയാണെങ്കിൽ പ്ലീസ്. കഴിഞ്ഞ ആഴ്ചയും ഞാൻ ചോദിച്ചു, ഞാനങ്ങനെ കേട്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ऐसा मैं सुनने में आया कि कुछ बातों को जो आपको समझ में नहीं आता ऐसा मैं सिखाता हूं, ऐसा कुछ है क्या? തുറന്നു പറയണേ. आप खुल करके मुझे जवाब दीजिएगा। സ്തോത്രം. ചില ടീച്ചർമാരൊക്കെ ഉണ്ട്, ഇവിടുത്തെ ടീച്ചർമാരെ അറിയാമല്ലോ അറിഞ്ഞേ, പൊതുവേ ഇവൻ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ പോലും ടീച്ചർമാർ ഉണ്ട്. ചിലർ പഠിപ്പിക്കും, എന്താ പഠിപ്പിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അങ്ങനെയെങ്ങാണോ ആണോ ഞാൻ ഈ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയാ ചോദിക്കുന്നത് കേട്ടോ. मेरे बाइबल कॉलेज में भी कुछ टीचर्स है जो सिखाते हैं मगर खुद ही जानते नहीं है वो क्या सिखा रहे हैं। वैसा कुछ मेरा अनुभव है क्या? आप लोग मुझे समझाइए, बताइए പ്ലീസ് പറയണേ. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ വീടുകളിൽ വരുമ്പോഴും സംശയം വല്ലതും ഉണ്ട് ചോദിക്കാനെന്നൊക്കെ പറയുന്നത്. और इसीलिए मैं घर में जब विजिट के लिए आता हूँ मैं पूछता हूँ कि आप लोगों को डाउट हो तो मुझे पूछिए। സ്തോത്രം. വെറുതെ വന്ന് ചായയും കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ചിട്ട് പോരാൻ വേണ്ടിയല്ല വിസിറ്റിങ്ങിന് വരുന്നത്. आप लोग के घर में आकर चाय पीकर बिस्किट खाने के लिए मैं नहीं आता आप लोग के साथ में। സ്തോത്രം. ഈ ആത്മീയ പ്രയോജനം സഭയിൽ വന്നാലും വേണം, നാം തമ്മിൽ വഴിയിൽ വെച്ചായാലും കണ്ടുമുട്ടിയാലും വേണം. हम आपस में मिले या कलीसिया में जाएं, इससे जो है हमारे आत्मिक लाभ हमारे जीवन में होना जरूरी है। ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. പക്ഷേ പല സമയത്തും ഇന്നത്തെ പ്രത്യേകിച്ചുള്ള അവസ്ഥകളിൽ ആത്മീയ പ്രയോജനം എന്ന ലക്ഷ്യത്തോടെ കൂട്ടായ്മകളിൽ സംബന്ധിക്കുന്നവർ ചുരുക്കമാണ്. मगर ऐसे आध्यात्मिक
लाभ के लिए एकत्रित होने वाली झुंड या कलीसिया आजकल बहुत कम पाया जाता है। ഇതേപ്പറ്റി ചില ആഴ്ചകൾക്ക് മുമ്പ് കർത്താവിനെ പഠിപ്പിച്ചപ്പോൾ എൻ്റെ ചിന്തകളിൽ ഒത്തിരി കാര്യങ്ങൾ കടന്നു और इन बातों के विषय में कई बातों को परमेश्वर ने मुझे सिखाया जो कई बात मेरे मन में अभी भी है। അതിലൊരു കാര്യം, उसमें एक बात मैं आप लोग बताता हूँ, നമുക്ക് എങ്ങനെയുള്ള കൂട്ടായ്മയാണ് ഇഷ്ടം? हमको किस प्रकार की सहभागिता हमको पसंद है। നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കുഴപ്പമില്ല എന്നും പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന സഭയാണോ നമുക്കിഷ്ടം, അതോ നമ്മിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് ശാസന തരുന്ന, സ്നേഹത്തിൻ്റെ ശാസന തരുന്ന, വചനത്തിൻ്റെ ഉപദേശം തരുന്ന സഭയാണോ ഇഷ്ടം? आप लोगों को आत्मिक जिस अवस्था में है उस अवस्था में ही रखने वाली कलीसिया पसंद है, या फिर आपके खामियों को, आत्मिक कमजोरियों को दर्शाकर आप लोग को बताए ताकि आप और भी ज्यादा पवित्रता की ओर बढ़ जाए, उस प्रकार की कलीसिया आपको पसंद है? എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒത്തിരി കാര്യമുണ്ട്, അതിൽ ഒന്ന് ഞാൻ പറയാം. मुझे कई बात मुझे प्रोत्साहन देती है, उसमें से एक बात मैं आप लोगों को बताता हूँ। ഞാനൊരു സഭയിൽ ചെന്ന് ആദ്യത്തെ തിരുവത്താഴ ശുശ്രൂഷ നടത്തി. मैं कलीसिया में गया जहां पर पहला प्रभु भोज वहां पर कंडक्ट कर रहा था। ചില മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തത്. कई महीनों बाद वहां पर जाकर प्रचार किया था मैंने। ആ സഭയുടെ പാസ്റ്ററാ ഞാൻ. उस कलीसिया का पासवान था मैं, പുതുതായിട്ട് ചാർജ് എടുത്തതാ. मगर नए चार्ज लिया था उस कलीसिया का। ചില മാസങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ തിരുവത്താഴം നടത്തിയത്. और कई महीनों बाद जो है प्रभु भोज की सेवकाई उस कलीसिया में मैंने की। അവിടെ തിരുവത്താഴം കൊണ്ടു കൊടുക്കുന്ന സഹോദരന്മാർ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്നു. और उस कलीसिया में जो प्रभु भोज को हर एक भाई बहनों के पास ले जाने वाले कुछ भाई वहां थे। പക്ഷേ അന്നത്തെ ശുശ്രൂഷയിൽ അവരിൽ നിന്നും ചിലർ, കമ്മിറ്റിക്കാരിൽ നിന്നും ചിലരൊക്കെ ഒഴിഞ്ഞിരുന്നു. और उस प्रभु भोज से वैसे बांटने वाले भाई लोग जो है वो लोग और कुछ कमिटी मेंबर्स जो हैं उसमें से सहभागी नहीं हुए। ഞാൻ അവരോട് ചോദിക്കാൻ പോയില്ല എന്തുകൊണ്ടാണെന്ന്. ഞാനത് പറയാറുണ്ട്, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒഴിഞ്ഞിരുന്നാൽ എന്തുകൊണ്ടാണ് മാറിയിരുന്നെന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കത്തില്ല, ഇങ്ങോട്ട് വേണമെങ്കിൽ പറയാം. और क्यों वो प्रभु भोज से दूर रहे कर मैं उनको पूछा नहीं और उन्होंने बताया भी नहीं मुझे। ചിലർ പറഞ്ഞു, പക്ഷേ ചിലരൊക്കെ ഒഴിഞ്ഞിരുന്നല്ലോ, എന്താ കാര്യമല്ലോ അറിയാമോ? तो कुछ भाई लोग ने मुझसे इस प्रकार कहा, इन लोग प्रभु भोज से दूर रहे, ये किस लिए है, क्या आप जानते हैं? എനിക്കറിയില്ല. तो मैंने कहा कि मैं नहीं जानता। രണ്ടാമത്തെ പ്രാവശ്യം തിരുവത്താഴ ശുശ്രൂഷ, और दूसरी बार प्रभु भोज की सेवकाई की तो ആദ്യത്തെ പ്രസംഗവും സാക്ഷ്യവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റത്. पहली प्रचार और गवाही के बाद में मैं प्रभु भोज की सेवा की। ഞാൻ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റതും അവിടെ ഇരുന്ന ചെറുപ്പക്കാരിൽ എനിക്ക് തോന്നുന്നു ഒരു 12 to 15, 12 മുതൽ 15ഓളം പേര് ഒറ്റയടിക്ക് എഴുന്നേറ്റ് ഇറങ്ങിപ്പോയി. और प्रभु भोज की सेवकाई का प्रारंभ करते ही 12 से 14, 15 नौजवान लोग जो हैं वो खड़े हो गए और अचानक ही मीटिंग से बाहर निकल गए। അതും ഗേൾസ്, പെൺകുട്ടികൾ. और वो भी लड़के नहीं, लड़कियां चली गई। അപ്പോഴും എനിക്ക് വലിയ ഫീലിംഗ് ഒന്നും തോന്നിയില്ല. और तब भी मेरे दिल में कोई बड़ा तकलीफ तो मुझे लगा नहीं। ഞാൻ വിചാരിച്ചു ഡ്യൂട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉള്ളവരായിരിക്കും, ആകട്ടെ കുഴപ്പമില്ല. तो मुझे लगा कि शायद कोई जिम्मेदारी होगी, इनकी नौकरी होगी, उसके लिए निकल पड़े होंगे। എന്നാൽ പിന്നീട് നോക്കിയപ്പം അതിൽ 3-4 പേര് തിരിച്ചു കയറി വന്നു. और उसमें से जो 15 लोग गए थे उसमें 3 लोग जो हैं वापस लौट गए। പുറത്ത് ഒരാളിൽ നിന്ന് എന്താ കാര്യമെന്ന് ചോദിച്ച് അവരോട് ഒന്ന് ശാസിച്ചപ്പോൾ 3-4 പേര് തിരിച്ചു വന്നു, ബാക്കി പേരെ പോയി. और एक व्यक्ति बाहर खड़ा था, वो पूछने लगे कि आप लोग इसमें से भाग क्यों नहीं ले रहे हैं। आप उनको थोड़ा सा सलाह दिया तो उन्होंने 3 लोग वापस लौटकर अंदर आ गए। ഒടുവിൽ ഞാൻ അറിഞ്ഞു, തലേ തിരുവത്താഴ ശുശ്രൂഷ സമയത്ത് ഇതിൽ പങ്കെടുക്കേണ്ടുന്നവരുടെ യോഗ്യതകളെ കുറിച്ച് തിരുവെഴുത്തിൽ നിന്ന് തെളിയിച്ചു പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് ഇറങ്ങിപ്പോയതാണെന്ന്. क्योंकि पहला प्रभु भोज का सेवकाई किया था, तभी इसमें से कौन
भागीदार बन सकते हैं न बन सकते हैं, इसके बारे में मैं साफ तौर पर दर्शाया था। इसके पश्चात ये अगले बार में कुछ लोग बाहर निकल गए। ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? मैं कहने का तात्पर्य आप जानते हैं, ദൈവം നമുക്ക് കൂട്ടായ്മ ബന്ധങ്ങൾ നൽകിയിട്ടുണ്ട്. परमेश्वर ने हमको संगति के लिए कुछ लोग को दिए हैं। സ്തോത്രം. എന്തിനായി കൂട്ടായ്മ? ये संगति हमको परमेश्वर ने किसके लिए प्रदान की है? നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാ. हमारे पवित्रीकरण के लिए परमेश्वर ने इनको साथ में दिया है। വേറെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഇപ്പോൾ നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് കൂട്ടായ്മ. कई कारणवश परमेश्वर ने दी है संगति, मगर एक कारण है हमारी पवित्रताई के लिए परमेश्वर ने संगति दी है। സ്തോത്രം. എങ്ങനെയാണ് നമുക്ക് കൂട്ടായ്മയിലൂടെ വിശുദ്ധീകരണം പ്രാപിക്കാൻ സാധിക്കുക? सहभागिता के द्वारा हम किस प्रकार से पवित्र हो सकते हैं? ഒന്നാമത്, ഞാൻ അലക്സ് ബ്രദറിനെ നോക്കി അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാം. और मैं एलेक्स ब्रदर को देखने पर दिखाई देने से क्या क्या मैं भाई से मैं स्वीकार कर सकता हूं, उसे मैं अपना लूंगा। അദ്ദേഹത്തിൽ ഉള്ളതും എന്നിൽ ഇല്ലാത്തതുമായത് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അതുപോലെ ആകണമെന്നൊരാഗ്രഹം എനിക്കുണ്ടാകാം. और एक भाई को देखकर उसमें जो है जो मुझ में नहीं है, मैं उसको हासिल करने की कोशिश करूंगा। മലയാളി സഭകളിലെ ഒരു പ്രധാന പ്രാർത്ഥനാവാചകം ഞാൻ പറയാം. मैं मलयालम कलीसियाओं में इस प्रकार प्रार्थना की जाती है, मैं वो दोहराता हूं आपके लिए। ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കാൻ സഹായിക്കണേ. एक गवाह जो है दूसरे गवाह को खड़ा करे या तैयार करे, ऐसा प्रार्थना करते हैं वो। നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. आप लोगों ने भी इस प्रकार का प्रार्थना को सुना होगा। നല്ല വാചകമാണ്. बहुत ही अच्छी प्रार्थना है ये। സ്തോത്രം. അത് സാക്ഷ്യം പറയുന്നതിൽ മാത്രം ഒതുങ്ങരുതെന്ന് മാത്രം. मगर ये गवाही देने के लिए ही सिर्फ सीमित न हो। സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അലക്സ് ബ്രദറിനെ കാണുന്നു, അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് സ്വീകരിക്കേണ്ട കറക്ഷൻസ്, അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് സ്വീകരിക്കേണ്ട മാതൃകകൾ ഞാൻ സ്വീകരിക്കണം. और एलेक्स ब्रदर को देखकर जो कोई अच्छाइयां उसमें दिखती हैं, जो मुझे स्वीकार करना चाहिए, उसे हासिल करने की कोशिश करें और स्वीकार करें। എന്നാൽ ഒരു ചോദ്യം, मगर एक प्रश्न है मेरा फिर भी, നമ്മൾ മറ്റൊരാളിൽ കാണുന്ന നന്മകളാണോ അധികം ശ്രദ്ധിക്കുന്നത്, അതോ തിന്മകളാണോ? एक व्यक्ति के अंदर की अच्छाइयां हम पसंद करते हैं या चाहते हैं, या फिर गलत गलत बातें हम अपनाना चाहते हैं? ഏതാ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടുന്നത്? हमारे ध्यान में कौन सा अच्छी बात आती है या बुरी बात आती है? പൊതുവെ പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ, തിന്മയായതാണ് നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് പെടുന്നത്. दूसरे व्यक्ति की बुराई जो है वो साफ दिखाई पड़ता है, हालांकि ऐसा ही होता है, सच्चाई अच्छी बात नहीं दिखाई देती है। സ്തോത്രം. രണ്ടാമതൊരു രീതി എന്ന് പറയുന്നത്, ഞാൻ നല്ലതുപോലെ വസ്ത്രമൊന്നും ധരിക്കാതെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മുടി ശരിയായിട്ടിരിക്കുന്നില്ലെങ്കിൽ, എൻ്റെ മുഖത്തെവിടെങ്കിലും അഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അലക്സ് ബ്രദർ അല്ലെ ബെന്നി ബ്രദർ ഒരാൾ പറയും, പക്ഷേ അഴുക്കുണ്ട് കേട്ടോ. अगर किसी के चेहरे पे कोई कुछ लगा हो, उनका बाल ठीक से बना नहीं हो, या फिर कपड़े में कोई गंदगी हो, तो हम लोग साफ करके देख सकते हैं और दूसरे भाई को जाकर बता सकते हैं कि आपके चेहरे में कुछ गंदा लगा है, निकाल दीजिए कर। അപ്പോൾ മറ്റുള്ളവർ നമ്മെ എന്ത് ചെയ്യും? बाकी लोग हमें देखकर हमारे प्रति क्या करेंगे? वो ഉപദേശിക്കും. वो हमें सलाह देंगे अपने आप को ठीक करने के लिए। Others will correct us. हम लोगों को ठीक करेंगे वो लोग। സ്തോത്രം. പക്ഷേ നാം മറ്റുള്ളവരുടെ കറക്ഷൻ ആ സമയത്ത് എങ്ങനെയാ സ്വീകരിക്കുന്നത്? मगर हमें कोई सही बनाने की कोशिश करेगा तो हमारा उनके प्रति किस प्रकार का स्वभाव रहेगा? മൗനമായോ? सभी लोग चुप हो गए अचानक। സ്തോത്രം. മറ്റൊരാൾ ഒരുപക്ഷെ ചർച്ചിലെ പാസ്റ്ററായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും സഹോദരങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മെക്കാൾ പ്രായം കുറഞ്ഞവരായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ അങ്ങനെയുള്ള കൂട്ടായ്മകൾ നമുക്കിഷ്ടമാകുമോ അതോ ഇല്ലയോ? कोई पास्टर होगा, कोई विश्वासी होगा, या फिर कोई बच्चा होगा, नौजवान होगा, कोई आपके जीवन के खामियों को दर्शाएगा आपके सामने,
तो उस प्रकार की सहभागिता क्या आप पसंद करेंगे या नापसंद करेंगे? അങ്ങനെ നമ്മെ കറക്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ടോ? उस प्रकार हमको सही रास्ते पे लाने वाले लोगों के प्रति क्या हम परमेश्वर को धन्यवाद देते हैं? സ്തോത്രം. ഞാൻ ഇപ്പം ബിജിൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷവും ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ചിലപ്പോൾ നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്തവരായിരിക്കും. ചിലപ്പോൾ നീ ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിനിലിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും നിന്നെ വിളിച്ചിട്ട് പറയുന്നത്, ഇത് ശരിയല്ല, നീ ഇങ്ങനെ ചെയ്യരുതെന്ന്. നീ അത് കേട്ടോണം കേട്ടോ. ഓർക്കുന്നുണ്ടോ? मैंने बिजिन से इस प्रकार कहा, शायद आप कोई अनजान व्यक्ति रहेगा, ट्रेन में यात्रा में आपके साथ में रहेगा, वो आपको देखकर आपको आपकी गलतियों के बारे में आपको दर्शाएगा और कहेगा कि ये छोड़ दो या निकाल दो जीवन से, तो आप उसके प्रति धन्यवाद देने वाले लोग होने चाहिए. നാം പുറത്തുള്ളത് തൽക്കാലം വിടാം. ദൈവസഭയ്ക്കകത്ത് ഉള്ള കൂട്ടായ്മ ബന്ധം ദൈവം നമുക്ക് തന്നിട്ടുള്ളത് വിശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. हमारा प्रश्न ये है, बाहर वालों को छोड़ दीजिए, कलीसिया के अंदर सहभागिता के लिए जो भी भाई बहन दिए हैं, ये एक दूसरे को गलतियों को ठीक करने का अवसर जब देते हैं तब उनके लिए धन्यवाद देते हैं और पवित्रता में आगे बढ़ने की कोशिश करते हैं कि नहीं? കൊലോസ്യ ലേഖനം 1:28 ഒന്ന് വായിച്ചോളൂ. कोलोसियों 1:28 वाक्य जरा पढ़े. हिंदी भी पढ़ लो. മലയാളവും വായിച്ചോ. ഏതു മനുഷ്യനെയും ഞങ്ങൾ സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. हर एक मनुष्य को हम प्रचार करते हैं और ये ज्ञात देते हैं. എന്തിനു വേണ്ടിയാ? किसके लिए करते हैं ये? ക്രിസ്തുവിൽ ഏതു മനുഷ്യനെയും തികഞ്ഞവനായി തികഞ്ഞവളായി നിർത്തുവാൻ. और वो हर एक व्यक्ति को जो है मसीह में सिद्ध करने के लिए होता है. സ്തോത്രം. കുഞ്ഞുങ്ങൾ ഏതെങ്കിലുമൊക്കെ ഹോസ്റ്റലുകളിലും സഭകളിലുമൊക്കെ പോകുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വിടാറുണ്ട്, എൻ്റെ മക്കളോടുൾപ്പെടെ ഞാൻ പറയുന്നതാണ്, ഗോ ടു സച്ച് എ ചർച്ച് വെയർ യു ഗെറ്റ് കറക്റ്റഡ്. നിനക്ക് where you will be rebuked for your mistakes. സ്തോത്രം. കുഞ്ഞുങ്ങൾ എവിടെ പോകണം? ഏത് സഭയിൽ പോകണം? എങ്ങനെയുള്ള സഭകളിൽ പോകണം? നമ്മെ ശുദ്ധീകരിക്കുന്ന, തെറ്റ് തിരുത്തി തരുന്ന, തെറ്റ് ആവർത്തിക്കുമ്പോൾ ശാസിക്കുന്നവരുള്ള സഭകളിൽ പോകണം. मैं हमारे बच्चों को इस प्रकार कहता हूँ, उस कलीसिया में जाइए जब आप इस कलीसिया से दूर रहते हैं, जहां पर आपको आपके गलतियों को दर्शाया जाता है और आपसे कहा जाता है कि आप पवित्रता की ओर बढ़िए और उस प्रकार का मार्गदर्शन करने वाले कलीसिया में जाकर भागीदार बनिए. സ്തോത്രം. ഇപ്പൊ നമ്മുടെ ഉണ്ണിച്ചാനും അമ്മാമ്മയും പോയപ്പോഴും നമ്മുടെ കൺസേൺ എന്തായിരുന്നു? उन्नीचान और मामा जो गांव गई थी तो हमारा उनके प्रति क्या सोच विचार था? പല സഭകളുണ്ട്. वहां पर कलीसिया बहुत सारे प्रकार के हैं. അവർക്കറിയാവുന്ന സഭകളുണ്ട്, നമുക്കറിയാവുന്ന സഭകളുണ്ട്. वो लोग जानने वाले कई कलीसिया हैं, हम भी जानने वाले कई कलीसिया हैं केरला में. പക്ഷേ നമ്മുടെ ചിന്ത, നമ്മുടെ ഭാരം, मगर हमारे दर्द ये इस बात का था, സ്തോത്രം, അവരെ സത്യ നീതിയുള്ള വിശുദ്ധമായ പാതയിൽ വേണ്ടപ്പോൾ ഉപദേശവും ശാസനയും ഗുണീകരണവും ഒക്കെ കൊടുത്ത് നടത്തുവാൻ കഴിയുന്ന ഒരു സഭ വേണം എന്നുള്ളതായിരുന്നു. उनको सच्चाई में, धार्मिकता में, पवित्रता में
और पवित्रता की ओर बढ़ाने वाला एक कलीसिया उनको प्रदान हो, यही इच्छा हमारे मन में थी उनके प्रति। ദൈവം നമുക്ക് വിശുദ്ധീകരണത്തിനായി അനുവദിച്ചിട്ടുള്ള സാധ്യതകളാണ് വചനവും പ്രാർത്ഥനയും കൂട്ടായ്മയുമൊക്കെ. मसीह में सिद्धता को पाने के लिए सहभागिता, कलीसिया, वचन, प्रार्थना, ये सब हमको परमेश्वर प्रदान करता है। ധാരാളം പേരെ എനിക്കറിയാം സഭാ കൂട്ടായ്മകൾ ഇല്ലാതിരിക്കുന്നവർ. मैं कई लोगों को जानता हूं जिनको सहभागिता के बारे में कुछ जानते ही नहीं है और है भी नहीं उनके लिए। കൊറോണയ്ക്ക് ശേഷം വന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ടി വിക്കകത്തും ഇപ്പോൾ സഭായോഗമുണ്ട്, അതും ഓണാക്കി അവിടെ ഇരിക്കുന്നവരുണ്ട്. कुछ लोग जो हैं कोरोना के पश्चात जो है, कई लोग कलीसिया में सहभागी नहीं होते हैं, वो टीवी में बैठकर जो आराधना का लुत्फ उठाते हैं। പ്രാദേശിക സഭകളുടെ ഭാഗമായിട്ടാണ് രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരെയും ദൈവമാക്കി വെച്ചിരിക്കുന്നത്. एक लोकलाइज चर्च परमेश्वर ने प्रदान किया है, जहां पर विश्वासी जो है हमारे उसके पवित्रीकरण के संबंध में वो आगे बढ़ते हैं। എന്താ തിരുവെഴുത്തിൽ വായിക്കുന്നത്? രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ദിനം പ്രതി സഭയോട് ചേർത്തു കൊണ്ടിരുന്നു. परमेश्वर जो कोई उद्धार पाते थे वैसे लोगों को कलीसिया के साथ जोड़ा करते हैं। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നൽകിയിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തെ നാം എല്ലായ്പ്പോഴും ഈ അർത്ഥത്തിൽ വേണം കാണുവാൻ. और हम हमेशा इस सहभागिता के बारे में इस विषय में ही सोच विचार रखने चाहिए। നിങ്ങളിൽ വചനപ്രകാരം തെറ്റുകൾ കണ്ടാൽ തിരുത്താൻ എനിക്ക് കഴിയണം. वचन के आधारित आपके जीवन में कोई खामियों को देखे, वचन से लेकर मैं आपको समझाना चाहिए वो बात को। എന്നിൽ കണ്ടാൽ നിങ്ങൾ തിരുത്തണം. और मुझ में कोई खामी दिखे वचन के आधार पर, तो आप लोग हमको सही करें। നമ്മൾ പരസ്പരം ഈ ശുശ്രൂഷ ചെയ്യുന്നവരാകണം. हम वैसे सेवकाई जो है एक दूसरे के प्रति करने वाले होने चाहिए। സ്തോത്രം. പക്ഷേ നമുക്ക് അങ്ങനെ തിരുത്തലുകൾ തരുന്ന കൂട്ടായ്മകളിൽ നിന്ന് മുഖം തിരിക്കുന്ന ഒരു പ്രവണത ഇന്ന് സഭകളിൽ നമുക്ക് കാണാം. जहां पर हमको सही करते हैं, ठीक करते हैं, गलतियों को बताते हैं, उस प्रकार की कलीसियाओं को अक्सर लोग छोड़ दिया करते हैं। നാം അങ്ങനെ ആകാതിരിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കുക. हम अपने आप को उस प्रकार छोड़ने वाले नहीं, बल्कि संगति करने वाले लोग बन जाएं। അതിന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ സൺഡേ ക്രിസ്ത്യൻസ് മാത്രമായി തീരാതെ നമുക്ക് കൂട്ടായ്മകൾക്കുള്ള അവസരങ്ങളെ നാം ഉപയോഗിക്കുക. हम सिर्फ संडे के दिन रविवार को कलीसिया में आने वाले नहीं, बल्कि जब भी मौका मिले सहभागिता के लिए उसमें सहभागी बन जाइए। പരസ്പരമുള്ള കൂട്ടായ്മ നമ്മുടെ ശുദ്ധീകരണത്തിനും ആത്മീയ ഗുണീകരണത്തിനും കാരണമാകട്ടെ. सहभागिता हमारे जीवन में पवित्रता के लिए और आत्मिक उन्नति के लिए काम आएगा। ഈ അധ്യായത്തിൽ നിന്ന് വേറെയും ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും സമയം ഒത്തിരി ആയെന്നാണ് ഞാൻ കരുതുന്നത്. क्योंकि इसमें से कुछ कई बातों को मैं समझाना है, मगर समय कम है, इसके लिए मैं यहाँ पर रोकना चाहता हूँ। സ്തോത്രം. കുറച്ച് നാൾ മുമ്പ് ഞാൻ വായിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. कुछ दिन पहले मैंने एक लेख इस प्रकार पढ़ा। അമേരിക്കയിലോ മറ്റോ നടന്ന ഒരു സംഭവമാണ്. एक अमेरिका में घटा हुआ घटना है ये। ഒരു തണുപ്പ് കാലം, एक ठंड का मौसम था। നമുക്കറിയാം അവിടെയൊക്കെ വീടിനകത്ത് തന്നെ ചിമ്മിനിയുണ്ട്. എല്ലാവരും കൂടെ തീ കത്തിച്ച് ചുറ്റിനും ഇരിക്കാറുണ്ട്. अक्सर वहां पर अमेरिका में ऐसा घर पाया जाता है जहां पर लकड़ी जलाते हैं और घर से बाहर निकलने के लिए चिमनी भी होता है उनको। ഇന്ന് AC ഉണ്ടെങ്കിലും ആ പഴയ ഓർമ്മയ്ക്ക് അതുപോലെ തന്നെ തീ കത്തിക്കുന്ന സ്ഥലം അവരുടെ വീടുകളിൽ ഉണ്ടാക്കി വെക്കാറുണ്ട്. आजकल घर में AC भी पाया जाता है, मगर पुराने बातों को स्मरण करने के लिए लकड़ी जलाने वाला और चिमनी घर में होता होगा। ഒരു സഹോദരൻ കുടുംബം സഭയിൽ വരാതെയായി. एक परिवार जो है कलीसिया में आने से रुक गया। कुछ घटना होगी। ഒരു ദിവസം പാസ്റ്റർ അവരുടെ വീട്ടിൽ ചെന്നു. और एक दिन पास्टर उनके घर में जांचने के लिए गया, क्यों नहीं आते हैं घर घर। എല്ലാവരും കൂടെ ഇരുന്ന് തീ കായുകയാ. और सभी लोग आग के अगल बगल में बैठकर गर्म होते हैं। പാസ്റ്ററും ചെന്ന് അവിടെ ഇരുന്നു. पास में पास्टर भी उनके पास जाकर वो भी बैठ जाते हैं गर्मी लगने के लिए। വിശ്വാസി വിചാരിച്ചു പാസ്റ്റർ ചോദിക്കുക എന്താ വരാത്ത, എന്താ കാര്യം. और विश्वासी सोचता है परिवार के साथ कि अभी पूछेगा मुझे किस लिए
कलीसिया में नहीं आता है करके। പാസ്റ്റർ തിരിച്ചും ചിന്തിച്ചു. और पास्टर ने भी यही सोचा कि उन लोग पूछेंगे मुझे कि हम लोग क्यों नहीं आते हैं, इसका कारण बताएंगे कर कर। രണ്ടു കൂട്ടരും മിണ്ടിയില്ല. और दोनों आपस में कुछ इसमें बात नहीं किया इस विषय में। കുറെ നേരം എല്ലാവരും മൗനമായി തീ കാഞ്ഞ് അവിടെ ഇരുന്നു. और सब लोग चुपचाप से गर्मी सेकते रहे। കുറച്ച് കഴിഞ്ഞപ്പം പാസ്റ്റർ ആ തീ കത്തിക്കൊണ്ടിരുന്നിടത്തുനിന്ന് ഒരു വിറക് കഷ്ണം എടുത്ത് മാറ്റി വെച്ചു. और पासवान कुछ समय बाद जो है एक आग का लकड़ी जो जल रहा था वो निकाल कर उसको दूर कर देता है। വീട്ടുകാർ വിചാരിച്ചു ചൂട് കൂടിയത് കൊണ്ട് അദ്ദേഹം മാറ്റി വെച്ചതാണെന്ന്. और घर वाले सोचे कि आग की गर्मी ज्यादा है इसीलिए पास्टर ने एक लकड़ी को उसमें से दूर किया है कर कर। മിണ്ടിയില്ല, ഒരു കാര്യവും മിണ്ടിയില്ല. और कुछ भी पास्टर ने भी नहीं कहा, उन्होंने भी कुछ नहीं कहा। അല്പം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ വിറകിന്റെ ജ്വാല കെട്ടു പുകയാൻ തുടങ്ങി. और कुछ समय बाद जो लकड़ी जो निकाली गई थी आग में से उसका आग धीरे धीरे बुझने लगा और उसमें से धुआं निकलने लगा। എല്ലാവരുടെയും കണ്ണിലും മൂക്കിലും വായിലും ഒക്കെയായി ചീറ്റലും തുമ്മലും ചുമയും. और सब वो धुआं जो है सबके आंखों में और गले में तकलीफ देने लगा और सब लोग छींकने लगे, खांसी करने लगे। ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കിനും പാസ്റ്റർ എഴുന്നേറ്റു, വാതിൽ തുറന്ന് അദ്ദേഹം തിരികെ പോകാൻ വെളിയിലിറങ്ങി. और ऐसा घटते ही पासवान जो है कुछ बोला नहीं, तुरंत ही दरवाजे से बाहर निकलकर चले गए वापस। ഇത്രയുമായപ്പോഴേക്കും വീട്ടുകാരൻ ഓടിച്ചെന്ന് പാസ്റ്ററിനെ കെട്ടിപ്പിടിച്ചു. പാസ്റ്ററെ സോറി, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. और वो घर वाले जो है दौड़ कर जाकर पास्टर के पीछे गए, उनसे गले लगकर कहा पास्टर हमें माफ कीजिए कर कहा। പാസ്റ്റർ ഒന്നും മിണ്ടിയില്ലെങ്കിലും ഈ ചെയ്ത കാര്യമൊക്കെ ഭയങ്കര സന്ദേശമായിരുന്നു. ഞങ്ങൾ ആ സന്ദേശം ഏറ്റെടുക്കുന്നു, ക്ഷമിക്കണം. पास्टर ने आप हमसे कुछ भी नहीं कहा, मगर जो क्रिया आपने हमारे सामने की वो हमको एक बड़ा सलाह देता है कर पास्टर से कहा मुझे हमको माफ कीजिए। എന്താ പാസ്റ്റർ അവിടെ കൊടുത്ത സന്ദേശം? पास्टर ने वहां पर कौन सा संदेश पहुंचाया? ഈ വിറക് കഷ്ണമെല്ലാം ഒരുമിച്ച് കത്തിയപ്പോൾ ഈ കൊള്ളിയും നന്നായിട്ട് കത്തുകയായിരുന്നു. जब सारे लकड़ियों को एक साथ आग में डाला जाता है सब जल रहे होते हैं। നന്നായി കത്തിക്കൊണ്ടിരുന്ന ഒരു വിറക് കഷ്ണം മാറ്റിവെച്ചു. ഒറ്റയ്ക്ക് അധിക നേരം കത്തി നിൽക്കാൻ അതിന് പറ്റിയില്ല. अगर एक जलने वाली लकड़ी उस आग में से निकाल कर अलग कर दिया जाए तो वो आग जो है ज्यादा समय नहीं जलता रहता है। കൂട്ടായ്മയിൽ നിന്നും അകന്ന് സഹോദര നിനക്ക് അധിക നാൾ നിലനിൽപ്പില്ല എന്നാണ് അദ്ദേഹം അവിടെ ആ സന്ദേശം നൽകിയത്. सहभागिता को छोड़कर आप अलग रहे तो आपका आत्मिक आग जो है ये ठंडा हो जाएगा, ये सलाह उसने दिया। ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ നിങ്ങൾ എല്ലാവരും മരണം വിട്ടുപോകരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. मेरा कहना ये नहीं है कि मैं जो चलाने वाले कलीसिया में आप लोग सब लोग सहभागी बन जाए, छोड़कर नहीं जाना, ये नहीं बता रहा मैं। പക്ഷേ എവിടെ നാം കൂട്ടായ്മയ്ക്ക് പോയാലും നമ്മുടെ തെറ്റിലേക്ക് വിരൽ ചൂണ്ടി ദൈവവചനപ്രകാരം നമ്മെ വിശുദ്ധിയിൽ തികഞ്ഞവരാക്കുന്ന കൂട്ടായ്മകളെ തിരഞ്ഞെടുക്കാവൂ. और जिस भी कलीसिया में आप मेंबर्स हैं वहां पर जो है परमेश्वर के सिद्धता की ओर ले जाने वाले, पवित्रता को ले जाने वाले, आपकी गलतियों को बताकर आपको सही करने वाले कलीसिया का सहभागी बनिए आप। ഹോസ്റ്റലുകളിലും ഒക്കെ പോകുന്ന കുഞ്ഞുങ്ങളും മറ്റും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കും കൂടെയുള്ള പ്രത്യേക സന്ദേശമാണ്. और हॉस्टल्स में रहने वाले नौजवानों के लिए भी ये खास संदेश है। സ്തോത്രം. നമ്മെ തിരുത്തുന്നവരെ നാം വെറുക്കാതെ അവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് വചനത്തിന്റെ തിരുത്തലുകളിലേക്ക് വന്ന് വിശുദ്ധിയിൽ തികഞ്ഞവരാകുവാൻ ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. हमें करेक्ट करने वाली, हमारी गलतियों को दिखाकर हमको सही मार्ग पर लाने वालों को हमसे द्वेष न कर हम उनके लिए परमेश्वर को धन्यवाद दें और पवित्रता में सिद्धता की ओर हम बढ़ते रहें और परमेश्वर के नाम की महिमा हो। ബാക്കി ഭാഗം നമുക്ക് അടുത്ത സെഷൻ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ചിന്തിക്കാം. और इसका आगे का सेशन जो है अगले सेशन में होगा, तब तक परमेश्वर के नाम की महिमा करते हैं. Praise God. Children, come on.